ഹായ് ഹലോ, ഇന്നൊരു വെറൈറ്റി പുട്ടായാലോ? പുട്ടുപൊടിയോടൊപ്പം വ്യത്യസ്തമായ നിറങ്ങൾ ചേർത്ത് നല്ല മനോഹരമായൊരു പുട്ട്. ഇതിൽ കൃത്രിമത്വം ഒന്നും തന്നെയില്ല. നല്ല പച്ച ചീരയിലയും ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങളും ശംഖുപുഷ്പത്തിൻ്റെ ഇതളും ഓരോന്നുള്ള മഞ്ഞൾപ്പൊടിയും, ഇത്രയും മതി. നല്ല മനോഹരമായൊരു പുട്ട് നമുക്ക് തയ്യാറാക്കാം. 4 വ്യത്യസ്ത നിറങ്ങളിൽ പുട്ടുപൊടിയെ തയ്യാറാക്കിയെടുത്തു. വേണമെങ്കിൽ നമുക്കിതിനെ മഴവിൽ പുട്ടെന്ന് വിളിക്കാം. വ്യത്യസ്തത നിറഞ്ഞ ഒരു മനോഹരമായ മഴവിൽ പുട്ട്. പുട്ടുകുറ്റിയെടുത്ത് ആദ്യം സ്വല്പം തേങ്ങയിട്ട് കൊടുക്കാം. ഓരോ നിറങ്ങളും മാറി മാറി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടുകുറ്റി തയ്യാറാക്കാം. പിന്നീട് നന്നായി ആവി കയറ്റിയതിനു ശേഷം നമുക്ക് നമ്മുടെ പുട്ടിനെ പുറത്തെടുക്കാം. പതുക്കെ തള്ളി പുറത്തേക്ക് ഇടുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. വല്ലാത്തൊരു ചന്തമുണ്ട് ഈ പുട്ടിന്. ഇത്തിരി കഷ്ടപ്പെട്ടാലും ഒത്തിരി താല്പര്യത്തോടെ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.